ഹായ് ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല രീതിയിൽ ഫേസിൽ പിമ്പിൾസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ്. അപ്പൊ ഒട്ടും വൈകിപ്പിക്കണ്ട, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നമ്മളെല്ലാവരും ഈ പ്രൊമോഷൻസ് ഒക്കെ കാണുന്ന ആളുകളാണല്ലേ. അപ്പൊ ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ട്, ഞാൻ ഇനി ആള് പറയുന്നില്ല, ആളിപ്പോ കുറച്ച് എയറിലാണ്, അതുകൊണ്ട് പറയുന്നില്ല. ഒരു പ്രൊമോഷൻ വീഡിയോ കണ്ടിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തായിരുന്നു. അപ്പൊ ഞാനത് വാങ്ങിച്ച് അൺബോക്സ് ചെയ്യുന്ന റിവ്യൂ ഒന്നും ഇട്ടില്ല. കാരണം നമ്മൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ച് ഞാൻ റിവ്യൂ ഒന്നും ഇട്ടില്ല. ഞാൻ എന്ത് ചെയ്തു, വാങ്ങിച്ചിട്ട് കുറച്ച് നാൾ ഉപയോഗിച്ചപ്പോ എനിക്ക് നല്ല പണി കിട്ടി. എന്റെ ഫേസ് ഫുള്ള് പിമ്പിൾസ് ആയി. ഇതൊന്നും അല്ല കേട്ടോ, ഞാൻ സൈഡിൽ ഫോട്ടോ കൊടുത്തേക്കാം. ഇതൊന്നും അല്ല, നല്ല പിമ്പിൾസ് ആയിരുന്നു. ഇതിപ്പോ ഞാൻ തൈരും മറ്റേ കസ്തൂരി മഞ്ഞളൊക്കെ ഇട്ട് ഓരോ ദിവസം ഞാൻ കെയർ ചെയ്ത് കുറച്ചുകൊണ്ട് വരാണ്. നല്ല പിമ്പിൾസ് ആണ് എന്റെ ഫേസിലായത്. അപ്പൊ പിമ്പിൾസ് ആയ സ്ഥിതിക്ക് ഞാൻ ഓർത്തു വന്ന ഒരു വീഡിയോ ചെയ്യാം എന്നുള്ളത്. കാരണം നിങ്ങളും ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. എന്തായാലും പ്രൊഡക്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ. ഡേം ഡോക്കിന്റെ പ്രൊഡക്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ ആളുകൾ പ്രൊമോഷൻ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ മെയിൻ ആയിട്ട് നിൽക്കുന്ന യൂട്യൂബേഴ്സ് പ്രൊമോട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് ഡേം ഡോക്കിന്റെ ഈ ഒരു പ്രൊഡക്റ്റ്. ഡേം ഡോക്കിന്റെ കോജിക് ആസിഡ് ഉണ്ട്, നൈറ്റ് ക്രീം ഒക്കെ ഉണ്ടാവും, എനിക്കറിയില്ല, ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഇത് എനിക്ക് എന്തിന്റെ കേടായിരുന്നു. കാരണം എന്റെ ഫേസ് ക്ലിയർ ആണെന്ന് ചോദിച്ചാല്, നമ്മൾ ആരെങ്കിലും ഇങ്ങനെ സൂം ചെയ്ത് നോക്കുമ്പോ കുരുണ്ട്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു എന്ന് എനിക്കറിയില്ല. ആ കുരു കളയാൻ വേണ്ടിട്ട് ഞാൻ മൊത്തം സെർച്ച് ചെയ്തു. അതായത് ചെറിയ ചെറിയ കുരുക്കള്, വൈറ്റ് ഹെഡ്സ് ഉണ്ട് എനിക്ക് എന്റെ കവളത്ത്. അപ്പൊ ഞാൻ ഈ വൈറ്റ് ഹെഡ്സ് ഒക്കെ എങ്ങനെ റിമൂവ് ചെയ്യും, ക്ലീനപ്പ് ചെയ്യാം, അല്ലാണ്ടുള്ള ഓപ്ഷൻ എന്താന്ന് നോക്കിയപ്പോഴേക്കും സാലിസിലിക് ആസിഡിന്റെ ഒരു പ്രൊമോഷൻ കണ്ടു. അതായത് സാലിസിലിക് ആസിഡ് ഉള്ള ഈ ഒരു ഫേസ് വാഷ്, ഈ ഒരു ഡേം ഡോക്കിന്റെ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങളുടെ ഫേസിലുള്ള കുഞ്ഞു കുരുക്കൾ വരെ, വൈറ്റ് ഹെഡ്സ് വരെ പോകും. അപ്പൊ എനിക്ക് കത്തി, എനിക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ടല്ലോ. ഞാൻ യൂസ് ചെയ്യുന്ന കൊറിയൻ സ്കിൻ കെയർ ആണ്. ഇത് ഇത്രയും വലിയ ബോട്ടിൽ 150 രൂപ മാത്രമേ ഉള്ളൂ. അപ്പൊ ഞാൻ ആലോചിച്ചു, അന്ന് പിന്നെ വാങ്ങാലോ, ഇത്രയും റേറ്റ് കുറവല്ലേ, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ ഓർത്ത് വാങ്ങിച്ചതാണ്. ബോട്ടിൽ ഇതേ ഞാൻ ഇത്ര ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ബോട്ടിൽ ഞാൻ ഇത്ര ഉപയോഗിച്ചിട്ടുണ്ട്. എന്റെ ഫേസ് ഞാൻ യൂസ് ചെയ്ത് വരുമ്പോ മുതൽ കുരു വന്നോണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്തു ഇനി ഇതെന്താ, ഇതിന്റെ തന്നെ ആണോ എന്ന് എനിക്കൊരു ഡൗട്ടായിരുന്നു. കാരണം ഞാൻ വേറൊന്നും യൂസ് ചെയ്യുന്നില്ല, കൊറിയൻ ആണ് ചെയ്യുന്നത് ബാക്കിയുള്ള സെറംസ് ഒക്കെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, കൊറിയൻ അങ്ങ് നിർത്തിയിട്ട് ഇത് മാത്രം യൂസ് ചെയ്ത് നോക്കി. എന്റെ പൊന്നെ, എന്റെ ഫേസ് ഫുള്ള് പിമ്പിൾസ് ആയി. ഇതൊന്നും അല്ലാട്ടെ, ഇത് ഞാൻ പൊട്ടിച്ചു. അതിനുശേഷം നമ്മള് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് കളയുന്ന മെഷീൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീനപ്പ് ചെയ്ത് ആവി കൊണ്ടിട്ട് അതെല്ലാം കളഞ്ഞു. എന്നിട്ടാണ് ഇതിരിക്കുന്നത്. ഇതൊന്നും അല്ല, നല്ല കുരു ഉണ്ടായിരുന്നു. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചില്ല, കുറച്ച് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ സൈഡിൽ കൊടുത്തേക്കാം. അതുകൊണ്ട് ഡേം ഡോക്ക് യൂസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോ, പണി കിട്ടും. കാരണം ഇതൊരു സാലിസിലിക് ആസിഡ് അടങ്ങുന്ന ഫേസ് വാഷ് ആണ്. ഇതിൽ എഴുതിയിട്ടുണ്ട് 2% സാലിസിലിക് ആസിഡ്. സാലിസിലിക് ആസിഡ് നമ്മുടെ കുരുവൊക്കെ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ്. പക്ഷേ അത് യൂസ് ചെയ്യേണ്ടത് കുറച്ച് രീതികളുണ്ട്. ഇപ്പൊ നമ്മൾ റെറ്റിനോൾ അല്ലെങ്കിൽ സാലിസിലിക് ആസിഡ്, നിയാസിനമൈഡ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യാൻ പാടില്ല. സാലിസിലിക് ആസിഡ് ഒക്കെ വീക്ക്ലി ട്വൈസ് ആണ് യൂസ് ചെയ്യേണ്ടത്. വീക്ക്ലി 2 ദിവസമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ ഫേസ് വാഷിലോട്ട് സാലിസിലിക് ആസിഡ് വന്ന കുഴപ്പമുണ്ടാവും എന്നൊക്കെ ഞാൻ ഓർഡർ ചെയ്ത സമയത്ത് ചിന്തിച്ചായിരുന്നു. പിന്നെ അത് 2% അല്ലേ ഉള്ളൂ എന്നൊക്കെ ആലോചിച്ചു. പക്ഷെ എനിക്കിനി വേണ്ട. ഇതാർക്കെങ്കിലും വേണമെങ്കിൽ ഞാൻ കൊറിയർ അയച്ചു തരാം. ഓൺലി ടു ആക്നെ പ്രോൺ സ്കിൻ ഉള്ളതാണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണത്. പക്ഷെ എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. ഇന്നത് വിത്തറുണ്ട്, വീട്ടിൽ ആർക്കും വേണ്ട. എന്റെ ചേച്ചി യൂസ് ചെയ്തിട്ട് ചേച്ചിക്കും പണി കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഇവര് കൊടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾ ശ്രദ്ധിച്ചോ. സോഡിയം, പിന്നെ സാലിസിലിക് ആസിഡ്, ഗ്ലൈക്കള്, സോഡിയം, പിന്നെന്താ, എല്ലാം സോഡിയം ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. പാരബൻ ഫ്രീ ആണ്, സിലിക്കോൺ ഫ്രീ ആണ്, സൾഫേറ്റ് ഫ്രീ ആണ്, ക്രുവാലിറ്റി ഫ്രീ ആണ്, എല്ലാം ഫ്രീ ആണ്. പക്ഷെ കുരു കൂടെ ഫ്രീ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതിന്റെ റേറ്റ് കണ്ടോ, 285 ആണ് ഇതിന്റെ റേറ്റ്. പക്ഷെ എനിക്ക് കിട്ടിയിട്ടുള്ള പേർപ്പിളിന്ന് 150 റുപ്പീസിനാണ്. കൊറിയൻ പ്രൊഡക്റ്റ് പോലും ഓർഡർ ചെയ്തിട്ട് എനിക്ക് 1 വീക്ക് എടുക്കും വരാൻ വേണ്ടിട്ട്. പക്ഷെ ഇത് പിറ്റേ ദിവസം, പേർപ്പിൾ അങ്ങനെയാണല്ലോ, നമ്മൾ ഓർഡർ ചെയ്താൽ പിറ്റേ ദിവസം സംഭവം വരും. ഞാൻ കാണിച്ചു തരാം. ഇതൊരു ജെൽ ബേസ്ഡ് ആണ്. ഇതൊരു ജെൽ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് ആണ്. കണ്ടോ, നല്ല രസമാണ് ഇത് വെച്ച് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിട്ട്.
ഒരു ആസിഡിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ്. അപ്പൊ ഇത് യൂസ് ചെയ്യുന്നുള്ളവരൊന്ന് സൂക്ഷിക്കുക. നിങ്ങൾക്ക് പിമ്പിൾസ് വന്നിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക. കാരണം സാലിസിലിക് ആസിഡ് ഒക്കെ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പാടില്ല. ചില സ്കിന്നിനൊന്നും പറ്റില്ല. ഇപ്പൊ എനിക്ക് വൈറ്റമിൻ സി പറ്റില്ല. വൈറ്റമിൻ സി എനിക്ക് കുരു വരും. ഞാൻ വൈറ്റമിൻ സി യൂസ് ചെയ്തിട്ടാണ് ഈ വൈറ്റ് ഹെഡ്സ് ഒക്കെ വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആരോടും പറയുന്നില്ല, നമ്മൾ നിർത്തും. അപ്പൊ ഞാൻ ഓർത്തു ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാം. കാരണം ഇത് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും എഫക്ട് ഉണ്ട്, അല്ലെങ്കിൽ ഇത് വാങ്ങാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആവും. ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, വി റെക്കമെൻഡ് പാച്ച് ടെസ്റ്റ് ബിഫോർ ഫസ്റ്റ് യൂസ്. നമ്മൾ ആരും പാച്ച് ടെസ്റ്റ് ഒന്നും ചെയ്യില്ലല്ലോ. നമ്മൾ പ്രൊഡക്റ്റ് കിട്ടിയ നേരെ അങ്ങനെ മുഖത്തോട്ട് ഇടും. മിക്കവരും അങ്ങനെയാണ് ചെയ്യുന്നത്. ആരും കയ്യിലും കാലിലൊന്നും പാച്ച് ടെസ്റ്റ് ചെയ്യാറില്ല. അപ്പൊ ഇവരേനെ ഇതിൽ ചെയ്തിട്ടുണ്ട് പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ പാച്ച് ടെസ്റ്റ് ചെയ്തില്ല, അതുകൊണ്ട് എനിക്ക് നല്ല പിമ്പിൾസ് വന്നിട്ടുണ്ട്. എന്താ പറയാ, നല്ലൊരു ബ്രേക്ക് ഔട്ടാണ് ആ നേരം മുതൽ വന്നിട്ടുള്ളത്. ഞാൻ യൂസ് ചെയ്ത ഒരാഴ്ച ഫുൾ എനിക്ക് ഇങ്ങനെ പിമ്പിൾസ് വന്നുകൊണ്ടിരുന്നു. അപ്പൊ ചില പ്രൊഡക്റ്റ് പിമ്പിൾസ് വന്നിട്ട് പോകും. എന്നിട്ട് ആദ്യം കുരു വന്നിട്ട് എല്ലാ കുരുവിനെയും കളയും. അങ്ങനത്തെ ചില പ്രൊഡക്റ്റ് ഉണ്ട്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് കുരു ഇട്ടിട്ട് പിന്നെ അത് മാറും. ഞാനോർത്ത് ഇനി അങ്ങനെ കുരു വന്നിട്ട് പോകുമോ എന്ന് വിചാരിച്ചു, പക്ഷെ പോയില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ എല്ലാം നാച്ചുറൽ കാര്യങ്ങൾ ചെയ്തു കേട്ടോ. ഈ കസ്തൂരി മഞ്ഞൾ, തൈരൊക്കെ ഇട്ടിട്ടാണ് ഈ പിമ്പിൾസ് എല്ലാം കുറഞ്ഞത്. ഞാൻ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ വേറെ ചെയ്യാം. അപ്പോൾ ഡേം ഡോക്കിന്റെ ബ്രാൻഡ് യൂസ് ചെയ്യുന്ന ആരെങ്കിലും അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഇത് ബേസ് ആയിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. കാരണം ബാക്കിയുള്ളവർക്കും ഇതൊരു ഹെൽപ്ഫുൾ ആവട്ടെ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നല്ലതാണെങ്കിലും അത് ഷെയർ ചെയ്യാം. എന്നാൽ ഈ ഫേസ് വാഷ് എനിക്ക് വർക്ക്ഔട്ട് ആയില്ല. എന്റെ സ്കിന്ന് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിന്നാണ്. അതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് വർക്ക്ഔട്ട് ആയില്ല. അത് മാത്രമല്ല, സാലിസിലിക് ആസിഡ് ആണെങ്കിലും നയാസിനമൈഡ് ആണെങ്കിലും അതൊക്കെ എല്ലാ ദിവസവും നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാലോ. അത് ചില ആളുകൾക്ക് അറിയില്ല. എന്നാൽ അങ്ങനെ അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ ഓർഡർ ചെയ്യാൻ നേരത്തെ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് അതിൽ കാണിക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് വായിച്ച് നോക്കുക. ഓക്കെ, ഞാനൊരു കണക്കിനാണ് എന്റെ ഫേസ് ഇത്രയെങ്കിലും ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുള്ളത്. കാരണം ഈ പിമ്പിൾസ് പോകുന്നുണ്ടായിരുന്നില്ല, ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് ഇത് സ്റ്റോപ്പ് ചെയ്തപ്പോഴാണ് പിമ്പിൾസ് ഒന്ന് നിന്നത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ ഒരു സംഭവം യൂസ് ചെയ്തിട്ടാണ് പിമ്പിൾസ് വന്നിട്ടുള്ളത്. ഞാനൊരു ഇൻഫ്ലുവൻസറിന്റെ വീഡിയോ കണ്ടിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. ആളെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ പറയുന്നില്ല, കാരണം ആള് പെയറിലാണ്. അപ്പൊ വെറുതെ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ ഇഷ്യൂസ് ഉണ്ടാക്കണ്ട. അപ്പൊ ആളുടെ വീഡിയോ കണ്ടിട്ടാണ്, അതിലിങ്ങനെ പറയുന്നുണ്ട് കുരുക്കൾ പോവും നല്ലതാണ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടാണ് വാങ്ങിയിട്ടുള്ളത്. കുഴപ്പമില്ല. അപ്പൊ ഞാനും വീഡിയോ ചെയ്യുന്ന ഒരാളാണ്, അതുകൊണ്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. നമ്മുടെ സ്കിന്നും അവരുടെ സ്കിന്നും തമ്മിൽ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് എന്തായാലും വർക്ക്ഔട്ട് ആയില്ല. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ, ഇങ്ങനത്തെ അല്ല ഏത് പ്രൊഡക്റ്റ് വാങ്ങിച്ചാലും ഇതുപോലത്തെ ആസിഡ്സ് അടങ്ങുന്ന പ്രൊഡക്ട്സ് വാങ്ങുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, അതിന് ഇൻഗ്രീഡിയൻസ് എല്ലാം വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് നിങ്ങളുടെ സ്കിന്നിന് സ്യൂട്ട് ആണെന്നും കൂടി നോക്കിയിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. ഇത് മാത്രമല്ല, എനിക്ക് വേറൊരു പണി ഒരു പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. എല്ലാ പണിയും നമുക്ക് ഇങ്ങനെ വീഡിയോ ചെയ്താൽ എങ്ങനെയാന്ന് ഓർത്താണ് ഞാൻ ചെയ്യുന്നത്. സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഫേസ് വാഷ് എനിക്ക് വർക്കായില്ല. ഞാൻ സൈഡിൽ ഫോട്ടോ എടുത്തേക്കാം. അത് എനിക്ക് യൂസ് ചെയ്തപ്പോൾ പിമ്പിൾസ് വന്നു. അത് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല, കാരണം എന്റെ അനിയത്തി കൊടുത്തു വിട്ടു. സോ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ പണ്ട് മുതൽ എനിക്ക് പണി കിട്ടിയിട്ടുള്ളത് പ്ലമ്മിന്റെ വൈറ്റമിൻ സി പണി കിട്ടിയിട്ടുണ്ട്. പ്ലമ്മിന്റെ ഏറ്റവും ഫസ്റ്റ്. പിന്നെ ഗുഡ് വൈബ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇപ്പൊ ഭയങ്കര ഹൈ ബ്രാൻഡാണ്. പണ്ട് അതിന്റെ സെറോക്കെ വെറുതെ ആയിരുന്നു. നല്ല കുരു വന്നിട്ടുണ്ട് എന്റെ മുഖത്ത്. ഗുഡ് വൈബ്സ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. നമ്മള് കൊറിയൻ സ്കിൻ കെയർ ചെയ്തപ്പോ മുതലാണ് പിന്നെയും കുറെയൊക്കെ ബെറ്റർ ആയി സ്കിന്ന് വരാൻ തുടങ്ങിയത്. എന്നാലും ഈ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സിന്റെ കവളത്തുനിന്ന് പോകുന്നില്ല. എനിക്ക് നോ ഐഡിയ. ക്ലീനപ്പ് ചെയ്തിട്ടൊന്നും കാര്യമില്ല, അത് പോകുന്നില്ല. അതിന് എന്തെങ്കിലും എനിക്ക് ഒന്ന് ഡോക്ടറിനെ കാണിക്കണം. ഇങ്ങനെ കണ്ടാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങൾ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാല് ഇവിടെ വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറച്ച് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട്. അതാണൊരു പ്രശ്നം. അപ്പൊ അത് മാറാൻ ഞാൻ ഇനി ഒരു വീഡിയോ കണ്ട് ഇതുപോലത്തെ പ്രൊഡക്ട്സ് വാങ്ങില്ല. സാലിസിലിക് ആസിഡ് ആണെങ്കിലും ഒരു ആസിഡ് ആണെങ്കിലും വേണ്ടാന്ന് ഞാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇതിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത്. ആരെങ്കിലും ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓർഡർ ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വാങ്ങാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ കുരു വന്നിട്ട് പണി കിട്ടരുത്. അതുകൊണ്ടാണ്. എനിക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും വർക്കൗട്ട് ആവണം എന്നില്ല. ചിലപ്പോൾ വർക്കൗട്ട് ആയ ആളുകൾ ഉണ്ടാവും കേട്ടോ, നല്ല മാറ്റം വന്നിട്ടുള്ള ആളുകൾ ഉണ്ടാവും. എനിക്കറിയില്ല, പക്ഷെ എനിക്ക് വർക്കൗട്ട് ആയില്ല. ഓക്കെ, ഇത് പിന്നെ കിട്ടിയപ്പോൾ ഞാൻ ഹാപ്പി ആയിരുന്നു. കാരണം ഇത് 120 ml എന്തോ ഉള്ള ഒരു ബോട്ടിലാണ്. അപ്പൊ ഞാൻ ഓർത്തു ഇത്രയും റേറ്റ് കുറവില് ഇത്രയും വലിയ സംഭവം കിട്ടിയില്ല, അധികം നാള് യൂസ് ചെയ്യാലെന്നൊക്കെ ഞാൻ ഓർത്തു. നല്ല എഫക്റ്റ് ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചു വെക്കാന്നൊക്കെ ഓർത്തു. പക്ഷെ വേണ്ട, ഞാനൊരു ഇച്ചിരി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി ഇപ്പോഴും ഞാൻ എടുത്ത് വെച്ചേക്കുവാണ് കേട്ടാ. അപ്പോ ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. ഇതിനെ കുറിച്ച് എന്തുണ്ടെങ്കിലും നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതെന്നല്ല, നിങ്ങൾ എന്ത് പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടെങ്കിലും അതിന്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും നിങ്ങളുടെ സ്കിന്നിനെ സ്യൂട്ട് ആണെന്നുള്ളത് മസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ എന്തായാലും ഇത്രേ ഉള്ളൂ. അപ്പൊ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സോ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ.